യഥാർത്ഥ തൃണമൂൽ എന്ന അവകാശവാദവുമായി കക്കോലി ഘോഷിന്റെ നേതൃത്വത്തിലുള്ള വിമത എംപിമാരുടെ യോഗം അല്പസമയത്തിനകം ചേരും. സ്പീക്കറുമായി കൂടിക്കാഴ്ചയ്ക്ക് വിമത എംപിമാർ അനുമതി തേടി. എന്നാൽ വിമതർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് മമതയെ പിന്തുണയ്ക്കുന്നവർ വെല്ലുവിളിച്ചു. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാനുള്ള അംഗബലം വിമതർക്കില്ലെന്ന് കല്യാൺ ബാനർജി അവകാശപ്പെട്ടു. तेरा साथ ईडी है, तेरा साथ सीबीआई है, तेरा साथ पूरा भारतवर्ष का पावर है और मेरा साथ मामाती मानुष है। माँ मेरा पार्टी है, मेरा साथ पार्टी है, मेरा साथ वर्कर है, मेरा साथ पश्चिम बंगला का पब्लिक है। आप रहिए अच्छे से। അതിനിടെ വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ER രാഗേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗേഷ്, ഇതിപ്പോൾ ബംഗാളിൽ തൃണമൂലിന്റെ അസ്തിത്വ പ്രതിസന്ധി അത് മൂർച്ഛിക്കുകയാണല്ലോ, പ്രത്യേകിച്ചും മമതയുടെ കൂടി. ഇന്ന് വിമതർ കൂടി യോഗം ചേരുമ്പോൾ എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? ശ്യാമിലി, ഏതായാലും തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കാരണം ഇന്നലെ തന്നെയാണ് ഈ കക്കോലി ഘോഷിന്റെ നേതൃത്വത്തിൽ ഒരു വിമത നീക്കം ലോക്സഭാ എംപിമാർ നടത്തിയത്. 20 എംപിമാരാണ് അവരെ പിന്തുണയ്ക്കുന്നത്. 28 അംഗങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് ലോക്സഭയിലുള്ളത്. ഏതായാലും ഇന്നലെ 2 ചർച്ചകൾ അവർ നടന്നിരുന്നു. ഒന്ന്, BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഭൂപേന്ദ്ര യാദവിന്റെ വസതിയിലായിരുന്നു ആദ്യ യോഗം ചേർന്നത്. അതിനുശേഷം ശതാബ്ദി റോയുടെ വസതിയിലും യോഗം ചേർന്നു. ഇന്ന് 2ാം ഘട്ട ചർച്ചകൾ വീണ്ടും നടക്കുകയാണ്. കക്കോലി ഘോഷിന്റെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ യോഗം ഏതായാലും ചേരുന്നത്. ഒപ്പം ഭാവി തീരുമാനങ്ങൾ എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമെടുക്കുക, അതാണ് ഇപ്പോൾ ഇന്നത്തെ യോഗം കൊണ്ട് വിമതർ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇന്നലെ തന്നെ അവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. NDA പിന്തുണയ്ക്കും എന്നവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. നിലവിൽ അവർ പറയുന്നത് പോലെ 20 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം അവിടെ ബാധകമാകുന്നില്ല. 19 എംപിമാരുണ്ടെങ്കിൽ ലോക്സഭാ കക്ഷി മമതയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. പക്ഷേ തൃണമൂൽ നേതാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കല്യാൺ ബാനർജി അടക്കം മമതയുടെ വിശ്വസ്തർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിമതർക്ക് ഇത്തരത്തിൽ 3-2 ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇവർ തൃണമൂലിൽ മമതയുടെ പേര് പറഞ്ഞാണ് ഇവർ വോട്ട് തേടിയത്. അതുകൊണ്ട് തന്നെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ പുറമെ വെല്ലുവിളി നടത്തുമ്പോൾ പോലും തൃണമൂൽ കോൺഗ്രസിന്, പ്രത്യേകിച്ച് അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ, കീർത്തി ആസാദിന്റെ അടക്കം നേതൃത്വത്തിൽ വിമതരെ ഇപ്പോഴും മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിമത ക്യാമ്പിലുള്ള പലരും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അഭിഷേക് ബാനർജി തന്നെ പലരെയും ഫോണിൽ വിളിച്ചു. അതിനുശേഷം ഇവരോട് മടങ്ങി വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെന്നാണ് അറിയുന്നത്. പക്ഷേ അവർ ഏതായാലും മടങ്ങി വരാനില്ല. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വിമതർക്കൊപ്പം, കക്കോലി ഘോഷിനൊപ്പം നിൽക്കുന്നു എന്നാണ് ഇവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. മമതയ്ക്ക് പാർട്ടി പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്.